ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് തുടക്കക്കാർക്കൊക്കെ തേങ്ങ പൊട്ടിക്കുന്നതിന് നമ്മുടെ കത്തിയൊക്കെ വെച്ചിട്ട് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ ഒരു നൂല് ചുറ്റി കൊടുക്കുക കറക്റ്റായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓലയുണ്ടല്ലോ, പച്ച ഈർക്കിൽ, അതൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ തുണിയെഴുത കല്ലിനകത്ത് വെച്ചാണ് അടിച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല റൗണ്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പം പാടുള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ, വളരെ ഈസിയാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയില കിട്ടാത്തവരുണ്ടല്ലോ, മുരിങ്ങയില ഒട്ടും കിട്ടാത്തവരൊക്കെ, അപ്പോൾ നമ്മൾ മുരിങ്ങയില വെച്ച് സൂക്ഷിച്ച് തോരനൊന്നും വെക്കുന്നത് ശരിയല്ല. എന്നാലും നമുക്ക് കിട്ടുമ്പോഴത്തേനും ഇതേപോലെ നുള്ളി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഉണ്ടല്ലോ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞിട്ട് നമുക്കൊരു ബോക്സിനകത്താക്കിയോ പെട്ടിക്കകത്താക്കിയോ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. എന്ന് വെച്ചാൽ തോന ദിവസം ഒന്നും വെച്ചുകൂടാ. ഇപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എടുക്കുമല്ലോ പിറ്റേ ദിവസം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടാൻ സാധ്യതയില്ലാത്തടത്തുനിന്ന് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതേപോലെ നാക്കി ടിന്നിനകത്തോട്ടാക്കി വെക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നെയിൽ കട്ടറൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ മുട്ടത്തോടുണ്ടല്ലോ, അതിനകത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പഴകിയ നെയിൽ കട്ടറാണെങ്കിലും നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ബർണറൊക്കെ കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേന് ഗ്യാസ് നമ്മളറിയാതെ തന്നെ ഒരുപാട് ഗ്യാസ് അങ്ങ് തീരും. പെട്ടെന്ന് ഗ്യാസ് തീരും എന്നെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് മഞ്ഞ തീയൊക്കെ വരാനും പൊടി കയറിയിട്ട്, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണം. ഇതേപോലെ കുറച്ച് പേസ്റ്റ് ആ ബർണറിനകത്തോട്ട് തേച്ച് കൊടുക്കുക. എല്ലാ ബർണറിലും ഇതേപോലെ ഒന്ന് തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിനകത്തോട്ട് മുക്കി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ആ ഹോളിനകത്ത് അടഞ്ഞിരിക്കുന്നതെല്ലാം പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പേസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റിന് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഓരോ ഹോൾസിൽ ഇരിക്കുന്ന ഇതെല്ലാം പോവും. ബാക്കി നമുക്ക് ഇതേപോലെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സോപ്പും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട, ഡിഷ് വാഷൊന്നും വേണ്ട. വെറും ഈ ഒരു പേസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഗ്യാസ് അടുപ്പ് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ ബർണർ. അപ്പോൾ ബർണർ കംപ്ലൈൻ്റ് ആകുമ്പോൾ അതിനകത്തുനിന്ന് മഞ്ഞ തീയൊക്കെ വരാറുണ്ട്, പാത്രത്തിനകത്തൊക്കെ കരി പിടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഗ്യാസ് ഒരുപാട് നമ്മളറിയാതെ തന്നെ തീരാറുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റേ ഉണ്ടാവില്ല. ബർണറും പെട്ടെന്ന് ചീത്തയായി പോവില്ല. അതേപോലെ പെട്ടെന്ന് തന്നെ ബർണറൊക്കെ ഓരോരുത്തരുടെ ഇത് ചീത്തയായി പോകാറുണ്ട്, പൊടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ തന്നെ നല്ല രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 10 മിനിറ്റ് അത് തേച്ച് വെച്ചതിന് ശേഷം അപ്പോൾ അതിനകത്തുള്ള ഹോൾസിനകത്തുള്ള എല്ലാ പൊടിയും വേസ്റ്റ് അഴുക്കും എല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ആ ബർണറും കൂടെ അതേപോലെ എടുത്തിടാം. അപ്പോൾ അതങ്ങനെ അതിനകത്തോട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് മുങ്ങി ഇരിക്കട്ടെ. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഒരു പേസ്റ്റ് തൊട്ട് തേച്ചില്ലേ, അത്രയും മാത്രം മതി. അത് വെച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാം. പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ പേസ്റ്റിൻ്റെ വെള്ളം, അതിനകത്ത് നമുക്ക് സ്പോഞ്ച് മുക്കിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളൊക്കെ തേച്ചിടുക. ഇതിപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ഹോൾസിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് കണ്ടോ, ബർണർ നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉരച്ച് തേച്ച് കഴിയേണ്ട കാര്യമില്ല. കാരണം അതിനകത്തുള്ള അഴുക്കെല്ലാം അതിനകത്ത് ഇറങ്ങിയിരിക്കും. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഹോളും കാണാൻ പറ്റും കേട്ടോ. അത്ര നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇനി ഈ ഒരു സ്പോഞ്ച് വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ തേക്കുമ്പം തന്നെ അതിൻ്റെ മുകളിലത്തെയുള്ള എണ്ണപ്പാടുകൾ അതേപോലെ കറിയുടെയൊക്കെ പാടുകൾ എല്ലാം കീറി ഉറഞ്ഞിട്ട് അഴുക്കൊക്കെ പോകാൻ പാടായിരിക്കും. തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ? എന്നിട്ട് നമുക്കൊരു ടവൽ വെച്ച് തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കേട്ടോ, നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ കോട്ടൺ ടവലോ തുണിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മൾ ബർണർ അതിനകത്തിരുന്ന് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വേറെ വിനാഗിരിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറും ഈ പേസ്റ്റിൻ്റെ ഇത് മാത്രം മതി. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട് അതിൻ്റെ സ്റ്റീലൊക്കെ. അപ്പോൾ സ്റ്റീലിൻ്റെ അടുപ്പൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കേട്ടോ, അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബർണർ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നാക്കി കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഒരുപാട് ഞാനിട്ട് ഉരച്ച് ഇത് കഴുകിയൊന്നുമില്ല. അതിനകത്തുള്ള എല്ലാ അഴുക്കുമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടിട്ട് കത്തിക്കുമ്പം നല്ല നീല കളർ തീയാണെങ്കിൽ നമുക്കറിയാം ഒരു കുഴപ്പമില്ല, അതിൻ്റെ കരിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇട്ടുടനെ കത്തിക്കാൻ പറ്റില്ല, കാരണം നനഞ്ഞിരിക്കുകയാണ്. ഇട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് കത്തിച്ച് നോക്കുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം. ഇനി ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം. കണ്ടോ, ഉണങ്ങിയതിന് ശേഷമാണ്. കണ്ടോ, നല്ല രീതിയിൽ നല്ല നീല കളറിൽ തീ കത്തുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബർണർ ഒരു പൊടിയും കൂടാതെ നല്ല നീല കളറിലെ തീർത്തുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് തീർന്നു പോവില്ല. അതുപോലെ ബർണറിനൊന്നും കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനും കൂടെ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എന്നെ വിളിച്ചാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.